എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾക്ക് പോർട്ടബിൾ ആയിട്ടുള്ള യാത്രകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വളരെ ചെറിയൊരു സ്റ്റൗവാണിത്. ഗ്യാസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് എൽ പി ജി വേണമെങ്കിൽ എൽ പി ജി, അതേപോലെ തന്നെ ബ്യൂട്ടൈൻ സാധാരണ ഇതിൽ ഉപയോഗിക്കുന്ന സിലിണ്ടേഴ്സൊക്കെ ബ്യൂട്ടൈൻ്റെ സിലിണ്ടറാണ്. ഇതിൻ്റെ വില വരുന്നത് 120 തൊട്ട് 150 രൂപ വരെയാണ്. ഇപ്പോൾ കുറച്ച് വില കൂടിയിട്ടുണ്ട്. ഇത് കടകളിലൊക്കെ കിട്ടും. ഹാർഡ്വെയർ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ടല്ലോ, ഹാർഡ്വെയർ ഐറ്റംസൊക്കെ. ആ കടകളിലൊക്കെ ഈ സാധനം കിട്ടും. മിക്കവാറും എല്ലാ ടൗണുകളിലും നമ്മൾ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഈ സ്റ്റൗവ്. നിങ്ങൾ വാങ്ങിക്കുമ്പം ഒരു കാര്യം പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് വാങ്ങിക്കുക. ഈ തരത്തിലുള്ള വിൻഡ് ഷീൽഡുള്ള ഇത് തന്നെ വാങ്ങിക്കണം. മറ്റുള്ള 2 വിങ്സ് ഉള്ളതുകൊണ്ട് അത് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പുറത്തൊക്കെ വെച്ച് കുക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ വിൻഡ് ഷീൽഡ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ഒരു കാറ്റുള്ള സ്ഥലത്താണെങ്കിൽ കൂടി ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഈ 2 ലോക്കുള്ളത് വേണം. ചിലതിന് ഈ ഒരു ലോക്കേ കാണത്തുള്ളൂ, ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഈ ഒരു ലോക്കേ കാണത്തുള്ളൂ. ഇത് 2 എണ്ണം ഉള്ളത് ആയിരിക്കണം വാങ്ങിക്കേണ്ടത്. മറ്റൊന്നും നിങ്ങൾ വാങ്ങിക്കരുത്. അപ്പോൾ ഇതിന് 4 ലെഗുകളുണ്ട്. ഇത് മടക്കി വയ്ക്കാം, അകത്തോട്ട് മടക്കാവുന്നതാണ്. ഉപയോഗം കഴിഞ്ഞ് നമ്മൾക്ക് പാക്ക് ചെയ്ത് വെക്കാം. ഇത് ഞാനിപ്പം 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. ഒരുപാട് നാൾ ഉപയോഗിക്കാതെ വെക്കരുത്, എപ്പോഴും തന്നെ ഉപയോഗിക്കണം ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഉപയോഗിക്കാതെ വയ്ക്കുകയാണെങ്കിൽ ചിലപ്പം റസ്റ്റ് എടുത്ത് പോകും. ഇത് സ്റ്റീൽ തന്നെയാണ്. ഞാൻ പറഞ്ഞ വിങ്സ് ഉള്ള ആ ടൈപ്പിനേക്കാളും ഒരു 10-200 രൂപ ഇതിന് കൂടുതലായിരിക്കും. എന്നിരുന്നാലും ഇതാണ് കുറച്ചും കൂടി നല്ലത്. ഇതിൻ്റെ ബോക്സാണ് ഈ വരുന്നത്. ഇതാണ് ഇതിൻ്റെ സിലിണ്ടർ. ഇതിൻ്റെ ഒറിജിനൽ സിലിണ്ടർ അല്ല കേട്ടോ, ഇത് ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചതാണ്. ഇതിൻ്റെ പെയിൻറ്റ് പോയതിന് ശേഷം പെയിൻ്റ് അടിച്ച് ഞാൻ ഇതിൻ്റെ അകത്ത് LPG റീഫിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് റീഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പിന്നെ ഞാൻ കാണിച്ചു തരാം വേറൊരു വീഡിയോയിൽ. വലിയ കുഴപ്പമൊന്നുമില്ല, സേഫായിട്ട് റീഫിൽ ചെയ്യാൻ അറിയാവുന്നവർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു കട്ടിംഗ് ഉണ്ട്. ഈ കട്ടിങ് മുകളിലോട്ടൊക്കെ വരത്തക്ക രീതിയിൽ പിടിക്കുക. അതിനുശേഷം പിടിയിട്ട് കൊടുക്കുക. താഴത്തെ ലോക്ക് ഇത് മുകൾ ഭാഗത്ത് ഇവിടെ കറക്റ്റ് മാച്ച് ആകത്തക്ക രീതിയിൽ പിടിച്ചിട്ട് താഴത്തെ ആദ്യം ഇടുക. അതിനുശേഷം മുകളത്തെ ഇട്ടിട്ട് ഇതിനെ ഒന്ന് തിരിക്കുക. അപ്പോഴതവിടെ ലോക്കായിരിക്കും. ചിലതിന് ഈ ഒരു ലോക്ക് മാത്രമേ കാണത്തുള്ളൂ. അതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടർ നേരെ ഇരിക്കും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ സൈഡിലോട്ട് റിമൂവ് ആയി വരാൻ വേണ്ടി തുടങ്ങും. ഇതാണ് ഇതിൻ്റെ വാൽവ്. ഇത് ക്ലോസ് ചെയ്തിട്ട് വേണം ഈ സിലിണ്ടർ ഇടാൻ വേണ്ടി. പിന്നെ ഇത് ഇഗ്നിഷൻ, ഓട്ടോ ഇഗ്നിഷനാണ്. ഇത് കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഇഗ്നിഷൻ്റെ സ്വിച്ചുണ്ട്. അവിടെ സ്പാർക്ക് വരുന്നുണ്ട്. കുറച്ച് തുറന്നിട്ട് മാത്രമേ ഇത് സ്പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. കണ്ടോ, ഒരുപാട് തുറന്നു കഴിഞ്ഞിട്ട് സ്പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തീയായിരിക്കും ഇതിനകത്തുനിന്ന് വരുന്നത്. വളരെ ചെറുതാണ്. നമ്മൾക്ക് 1 അല്ലെങ്കിൽ 2 ആൾക്കൊക്കെ സുഖമായിട്ട് ഇതിനകത്ത് കുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈം നിങ്ങൾ ഇത് ഉപയോഗിച്ച് കുക്ക് ചെയ്യരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഹീറ്റാകും. ഹീറ്റ് ഇവിടെ വരും. ഈ 2 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരു ഓറിങ് ഇരിപ്പുണ്ട്. അത് ഡാമേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസ് ഇതിൻ്റെ ഈ നോസിൽ പോയി അവിടെ പോയാണ് പ്ലേസ് ആകുന്നത്. അതിനെന്തെങ്കിലും ക്രാക്ക് വരികയോ ഡാമേജ് ആകുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം ഗ്യാസ് ഇതിലെ ലീക്കാകും. ഇവിടെ കത്തുന്ന തീ ഇങ്ങോട്ട് പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കാരണം ഒരുപാട് ടൈം എടുത്ത് ഇതിൽ കുക്ക് ചെയ്യാതിരിക്കുക. പിന്നെ ഏകദേശം ഒരു 4 മണിക്കൂർ നമ്മൾക്കിത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പറ്റും. കമ്പനി പറയുന്ന 1 മണിക്കൂറാണ്. പക്ഷേ നമ്മൾ കുക്ക് ചെയ്യാൻ എപ്പോഴും ഫുൾ ഫ്ലെയിം വേണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 4 മണിക്കൂർ സുഖമായിട്ട് കുക്ക് ചെയ്യാം. അതായത് ഒരാഴ്ച നമ്മൾക്ക് 3 നേരം ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ ഒരാൾക്ക് സുഖമായിട്ട് വെച്ച് കഴിക്കാൻ പറ്റും.